അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഡിക്കേറ്റേഴ്സ്. ഒരു ചാർട്ടിൽ ലൈനുകളായി പ്ലോട്ട് ചെയ്തിട്ടുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു ടൂളാണ് ഇൻഡിക്കേറ്റേഴ്സ്. പലതരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. പ്രധാനമായും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു: ലീഡിംഗ് ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് ലാഗിംഗ് ഇൻഡിക്കേറ്റേഴ്സ്. ആദ്യം തന്നെ നമുക്ക് ലീഡിംഗ് ഇൻഡിക്കേറ്റർ എന്താണെന്ന് നോക്കാം. ഒരു ട്രേഡിൽ എൻട്രി എടുക്കണോ എക്സിറ്റ് ആകണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ മുൻകൂട്ടി സിഗ്നൽ തരാൻ കഴിയുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് ലീഡിംഗ് ഇൻഡിക്കേറ്റർ. ഒരു ട്രെൻഡ് ഉണ്ടാകുന്നതിന് മുമ്പ് ഈ ഇൻഡിക്കേറ്റർ നമുക്ക് സിഗ്നൽ തരുന്നു. എന്നാൽ ഇതിൻ്റെ കൃത്യത വളരെ കുറവാണ്. ഇങ്ങനെയുള്ള കോമൺ ആയി ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്ററാണ് RSI എന്ന് പറയുന്നത്. ഇനി ലാഗിംഗ് ഇൻഡിക്കേറ്റേഴ്സ് എന്താണെന്ന് നോക്കാം. ഈ ഇൻഡിക്കേറ്റേഴ്സ് കൂടുതലും ഫോളോ ചെയ്യുന്നത് ട്രെൻഡുകളെ ആണ്. പെട്ടെന്നുള്ള മാറ്റങ്ങൾ ഇതിൽ അറിയാനായിട്ട് സാധിക്കില്ല. എന്നാൽ ഇവയുടെ കൃത്യത വളരെ കൂടുതലാണ്. ഇങ്ങനെയുള്ള കോമൺ ഇൻഡിക്കേറ്ററാണ് മൂവിംഗ് ആവറേജ് എന്ന് പറയുന്നത്. നമുക്ക് മൂവിംഗ് ആവറേജ് ഇൻഡിക്കേറ്റർ എന്താണെന്ന് നോക്കാം. മൂവിംഗ് ആവറേജ് ഇൻഡിക്കേറ്റർ ഒരു പ്രത്യേക ടൈം പീരീഡ് എടുക്കുന്നു. 50 ദിവസം, 100 ദിവസം, 200 ദിവസങ്ങൾ ഉദാഹരണങ്ങൾ. ആ കാലയളവിൽ ഓരോ ദിവസവും മാർക്കറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോഴുള്ള പ്രൈസിനെ ആഡ് ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്ന തുകയെ മൊത്തം ദിവസങ്ങളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്നതാണ് നമ്മൾ മൂവിംഗ് ആവറേജ് ആയിട്ട് കണക്കാക്കുന്നത്. ഇതിനായി തിരഞ്ഞെടുക്കേണ്ട ടൈം ഫ്രെയിം എത്ര വേണമെങ്കിലും ആവാം. ഒരു കോയിൻ്റെ മൂവിംഗ് ആവറേജിനേക്കാൾ മുകളിലാണ് ആ കോയിൻ്റെ നിലവിലെ വില എങ്കിൽ ആ കോയിൻ ബുള്ളിഷായി കണക്കാക്കുന്നു. അതേസമയം മൂവിംഗ് ആവറേജിനേക്കാൾ താഴെയുള്ള വിലയിലാണ് കോയിൻ്റെ വില നിലവിലുള്ളതെങ്കിൽ ആ കോയിൻ ബീറിഷായിട്ടും നമ്മൾ കണക്കാക്കുന്നു. ഒരു കോയിൻ്റെ ഉയർച്ച താഴ്ചകൾ കണക്കാക്കാൻ ലോങ് ടൈമിൽ ഇൻവെസ്റ്റേഴ്സ് തിരഞ്ഞെടുക്കുന്നത് 200 ദിവസത്തെ മൂവിംഗ് ആവറേജ് ആണ്. അതിന് നമ്മൾ മൂവിംഗ് ആവറേജ് 200 എന്ന് പറയുന്നു. എന്നാൽ ഇൻട്രാഡേ സ്വിംഗ് ട്രേഡേഴ്സ് തിരഞ്ഞെടുക്കുന്നത് 7-21 ദിവസങ്ങളിലെ മൂവിംഗ് ആവറേജ് ആണ്. ഷോർട്ട് ടൈം ട്രെൻഡാണ് അവർ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ടാണ് ചെറിയ ടൈം ഫ്രെയിമിലെ മൂവിംഗ് ആവറേജ് നോക്കുന്നത്. മൂവിംഗ് ആവറേജ് ട്രേഡിംഗ് സ്ട്രാറ്റജി. ഓക്കെ, ഇതിനായിട്ട് നിങ്ങൾക്ക് മൂവിംഗ് ആവറേജ് ആഡ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ചാർട്ടിൽ ഇൻഡിക്കേറ്റേഴ്സ് എന്നുള്ളത് എടുക്കുക. അവിടെ നിങ്ങൾ മൂവിംഗ് ആവറേജ് എന്ന് ടൈപ്പ് ചെയ്യുക. മൂവിംഗ് ആവറേജ് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഡിഫോൾട്ടായിട്ട് അത് ഈ ഒരു ഏരിയയിൽ വരും. അവിടെ നിങ്ങൾ സെറ്റിങ്സിൽ പോവുക. അതിനുശേഷം നമുക്ക് വേണ്ടത് 21 മൂവിംഗ് ആവറേജ് ആണ്. സോ എഡിറ്റ് ചെയ്ത് 21 ആക്കുന്നുണ്ട്. നെക്സ്റ്റ് എഡിറ്റ് ചെയ്ത് നമുക്ക് വേണ്ടത് 7 ദിവസത്തെയാണ്. സോ 7 ദിവസത്തെ ആഡ് ചെയ്തിട്ടുണ്ട്. മൂവിംഗ് ആവറേജ് 200ൻ്റെ കളറിൽ സ്റ്റൈലിൽ പോയി കളറൊന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്, യെല്ലോ കളർ ആക്കുന്നുണ്ട്. ഓക്കെ, തിരിച്ചറിയാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മളിവിടെ മൂവിംഗ് ആവറേജ് 200 ആൻഡ് മൂവിംഗ് ആവറേജ് 7 ആണ് എടുത്തിരിക്കുന്നത്. ഞാനിതൊരു 4 hour ടൈം ഫ്രെയിമിലേക്ക് മാറ്റുന്നുണ്ട്. 4 hour ടൈം ഫ്രെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ക്യാൻഡിൽസും 4 hourനെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 7 day മൂവിംഗ് ആവറേജ് എപ്പോഴാണോ 21 മൂവിംഗ് ആവറേജിനെ ക്രോസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കോയിൻ വാങ്ങാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണാനായിട്ട് പറ്റും. 7 day മൂവിംഗ് ആവറേജ് എപ്പോഴാണോ 21 മൂവിംഗ് ആവറേജിനെ ക്രോസ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം 7 day മൂവിംഗ് ആവറേജ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഈ ഒരു ബ്ലൂ കളറിലാണുള്ളത്. അപ്പോൾ ഇത് നമ്മളുടെ 21 മൂവിംഗ് ആവറേജിനെ ഇവിടെ ക്രോസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം അവിടെ ബൈ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ 21 മൂവിംഗ് ആവറേജ് എപ്പോഴാണോ 7 day മൂവിംഗ് ആവറേജിനെ ക്രോസ് ചെയ്യുന്നത് അപ്പോൾ കോയിൻ വിൽക്കാനുള്ള ഒരു ഏരിയ ആയിട്ട് കണക്കാക്കാം. ശ്രദ്ധിക്കുക, ഇത് ഒരിക്കലും നിങ്ങൾക്ക് ഈ രീതിയിൽ ട്രേഡ് ചെയ്യാം എന്നതിനെ അല്ല ഉദ്ദേശിക്കുന്നത്. മൂവിംഗ് ആവറേജ് വെച്ച് എങ്ങനെ ട്രേഡ് ചെയ്യാം എന്നത് മനസ്സിലാക്കാനുള്ള എക്സാമ്പിൾ മാത്രമാണ്. കാരണം ഒരു ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ പല ടൈം ഫ്രെയിമുകൾ പഠിക്കേണ്ടതായിട്ടും അതിലെ കൺഫർമേഷൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ടും ഉണ്ട്.